महादेव शिव शंभो महादेव शिव शंभो श्री महादेव श्री जगदम्बिकायै नमः ओम श्री जगदम्बिकायै नमः ओम श्री जगदम्बिकायै नमः सहस्रनाम स्तोत्र महामन्त्रस्य शिन्यादिवाग्देवतानुषय अनुष्ठुप्छन्दः श्रीललिता परमेश्वरी देवता सिन्धूरारुणविग्रहां हृदयनां माणिक्यमौलिस्फुरस्तारा नायकशेखरां स्मितमुखी आमीनवक्षोरुहाम् आनिभ्यामणिपूर्णरत्नचषकं रक्तोत्पलं बिभ्रति सौम्यां रत्नगडस्थरक्तचरणां ध्यायेत् परामम्बिकाम् ध्यायेत् पद्मासनस्थां विकसितवदनां पद्मपत्रायताक्षीं हेमाभां पीतवस्त्रां करकलितरसस्केमपद्माम्बराङ्गीं सर्वालङ्कारयुक्तां सततमभयदां भक्तनम्रां भवानीं श्रीविद्यां शान्तमूर्तिं सकलशरणुतां सर्वसर्वदा करुणातरङ्गिताक्षीं कृतपाशां कुशपुष्पबाणधरां हिमादिभिरावृतां मयूखैः हविर्देव विभावये भवानी श्रीमाता श्रीमहाराज्ञी श्रीमत्सिंहासनेश्वरी चिदग्निकुण्डसम्भूता देवकार्यसमुद्यता ओम श्री ललिताम्बिकायै नमः रागस्वरूपपाषाढ्या क्रोधाकाराङ्कुशोज्ज्वला ओम श्री ललिताम्बिकायै नमः ओम मनोरूपेषु गोदन्ता पञ्चतन्मात्रसायका विदारुण प्रभापूरमज्जद्ब्रह्माण्डमण्डला ओम श्री ललिताम्बिकायै नमः ओम चम्पकाशोकपुण्याका सौगन्धिकरसत्कटा कुरुविन्दमणिश्रेणी कनल्कोडीरमण्डिला ओम श्री ललिताम्बिकायै नमः. എൻ്റെ പേര് പി തമ്പി. എൻ്റെ പ്രദേശം കുറവലങ്ങാടാണ്. ഞാൻ ഏതാണ്ട് ഹിമാലയ സിദ്ധാശ്രമ പരമ്പരയിലെ സാധകനായിട്ട് 1 വർഷം പിന്നിടുകയാണ്. ഇപ്പം 8ാം പാദം പ്രണവ പഞ്ചാക്ഷരി ചക്രധ്യാനക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വിശിഷ്ടമായ ഈ ധ്യാനക്രമം ഇന്ന് സമൂഹത്തിന് തന്നെ വളരെയധികം മാറ്റം സംഭവിക്കുന്നതിന് സംശയമില്ല. ഇന്നിവിടെ നമ്മുടെ വായനാട് സെൻറ്ററിൽ വെച്ച് നടന്ന ആ ധ്യാനക്രിയ രാവിലെ 9:30 തുടങ്ങി 3:30 ആയപ്പോഴത്തേക്കും ലളിത സഹസ്രനാമ അർച്ചനയോടുകൂടി പര്യവസാനിച്ചു. വളരെയധികം വിശിഷ്ടമായ ആ ധ്യാനവും പഞ്ചാക്ഷരി മന്ത്രജപവും അതുപോലെ തന്നെ സഹസ്രനാമ ജപവും വളരെ വിശിഷ്ടമായിരുന്നു. അതെൻ്റെ ആത്മീയ ജീവിതത്തിന് വളരെയധികം മാറ്റുകൂട്ടുമെന്നുള്ളതിന് സംശയമില്ല. നമസ്കാരം, നന്ദി. ചാന്ദിനി, തുറവൂർ സ്വദേശിനി. ഹിമാലയൻ സിദ്ധാശ്രമത്തിന് കീഴിൽ വാരനാട് വെച്ച് നടന്ന രാവിലെ മുതലുള്ള പരിശീലനത്തിൽ പങ്കെടുത്തു. പ്രാണായാമങ്ങളും സഹസ്രനാമ ജപവും പഞ്ചാക്ഷരി ജപവും എല്ലാം ഉണ്ടായിരുന്നു. ഇത് വളരെയധികം നമുക്ക് മാനസികമായിട്ടുള്ള സന്തോഷവും സമാധാനവും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ്. കോട്ടയത്തും വൈക്കത്തുനിന്ന് വരുന്നതാണ്. ഇവിടെ സാധനയിൽ പങ്കെടുത്തു. കൂട്ടായിട്ട് സാധന എപ്പോഴും വളരെ പവർഫുള്ളാണ്. അതുപോലെ തന്നെ ഇന്നത്തെ സാധനയും വളരെ നന്നതായിരുന്നു ഗുരുജിയോടൊപ്പം ചെയ്തപ്പോൾ. എൻ്റെ പേര് ഷാജി. തുറവൂരാണ് എൻ്റെ വീട്. വാർനാടുള്ള ഹിമാലയ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രത്തിൻ്റെ സെൻട്രലിൽ നിന്ന് നടന്ന ധ്യാന പരിശീലനത്തിൽ പങ്കെടുത്തു. പഞ്ചാക്ഷരി മന്ത്രജപവും ലളിതാ സഹസ്രനാമ അർച്ചനയിലുമെല്ലാം പങ്കെടുത്തു. പ്രാണായാമ പരിശീലനവും ഉണ്ടായിരുന്നു. മനസ്സ് വളരെ ശാന്തമായി. ഇതേപോലുള്ള പരിപാടികൾ മനുഷ്യനെ പുതിയൊരു തലത്തിലേക്ക് ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മീയ മൂല്യങ്ങളെ തിരികെ കൊണ്ടുവരാനും ഈശ്വര്യബോധത്തിലേക്ക്, മനുഷ്യബോധത്തെ ഈശ്വര്യബോധത്തിലേക്കൊക്കെ വളർത്താൻ ഹിമാലയ സിദ്ധാശ്രമ സംഘത്തിൻ്റെ ഈ പരിശീലനങ്ങൾ ഉപകരിക്കും. എൻ്റെ പേര് വിഷ്ണു. സ്ഥലം പത്തനംതിട്ടയാണ്. വാരനാടുള്ള ഹിമാലയം സിദ്ധാശ്രമത്തിൻ്റെ ഈ ഏകദിന ക്യാമ്പ് 17 പഞ്ചാക്ഷരി ജപിക്കാനായിട്ട് സാധിച്ചു. അതീവ ഹൃദ്യവും വളരെ മനോഹരവും സഹസാധകരുടെ കൂടെയുള്ള ആ ഒരു പഞ്ചാക്ഷരി ജപം ഹൃദയത്തിനും മനസ്സിനും സമ്മാനിച്ചത്
വളരെ ഒരനുഭവമായിരുന്നു. ഓം നമ ശിവായ. നമസ്തേ. ഓം നമ ശിവായ. എൻ്റെ പേര് അനിസുധൻ. ഞാൻ താമസിക്കുന്ന അമ്പലപ്പുഴയാണ്. ഏതാണ്ട് 6 വർഷത്തോളമായി ഞാൻ സാധന കേന്ദ്രത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഇത്ര നാളും എനിക്ക് എൻ്റെ ജീവിതത്തിൽ പല പല മാറ്റങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യം വരെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടുത്തെ ഗുരുജിയോടൊപ്പം സാധന ചെയ്യാൻ സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ 16 മാല പഞ്ചാക്ഷരി ജപിച്ചു. അത് നല്ല അനുഭവമായിരുന്നു. നമസ്കാരം. ഓം നമ ശിവായ. ഇന്ന് ആക്ച്വലി ഇവിടെ സിദ്ധാശ്രമ പരമ്പരയുടെ സാധക കേന്ദ്രത്തിൽ വെച്ച് ഒരു സാധന ശിബിരം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൽ ഭാഗവാക്കാവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. കാരണം ഏതോ ജന്മത്തിൽ ചെയ്ത പൂർവജരുടെ ഏതോ ഒരു പുണ്യം കൊണ്ട് എനിക്കതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. മന്ത്രജപങ്ങളും ധ്യാനവും എല്ലാം നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു. തുടർന്നും എല്ലാ ഇതിലും സത്സംഗത്തിലും വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാം മഹാദേവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമസ്കാരം. നന്ദി.